നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചാലും മാറാത്ത ചില പ്രശ്നങ്ങളുണ്ടാകാം. സാമ്പത്തിക തടസ്സങ്ങൾ, കുടുംബത്തിലെ അശാന്തി, അല്ലെങ്കിൽ മനസ്സിലെ ഭയം. ഇതിനൊക്കെയുള്ള പരിഹാരം നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിൽ ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് ദേവീ മാഹാത്മ്യം. വെറുമൊരു കഥയല്ല ഇത്, പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനുള്ള ഒരു വഴിയാണ്. മാർക്കണ്ഡേയ പുരാണത്തിലെ 700 ശ്ലോകങ്ങളാണ് ദേവീ മാഹാത്മ്യം അഥവാ ചണ്ഡിപാഠം. ഇത് 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രഥമചരിതം, മധുകൈടപവധം, ഇത് നമ്മുടെ ഉള്ളിലെ മടിയെയും അറിവില്ലായ്മയെയും ഇല്ലാതാക്കുന്നു. മധ്യചരിതം, മഹിഷാസുരമർദ്ദനം, ഇത് അഹംഭാവത്തെയും പുറത്തുനിന്നുള്ള ശത്രുതയെയും നശിപ്പിക്കുന്നു. ഉത്തമചരിതം, ശുംഭനിശുംഭവധം, ഇത് നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിച്ച് വിജയം നൽകുന്നു. ജ്യോതിഷപരമായി നോക്കിയാൽ രാഹുകേതു ദോഷങ്ങൾക്കും ചൊവ്വാദോഷത്തിനും ദേവീ ഉപാസനയോളം വലിയ മറ്റൊരു പരിഹാരമില്ല. ഓരോ അധ്യായത്തിനും ഓരോ ഫലങ്ങളുണ്ട്. 1-ാം അധ്യായം. മാനസിക വിഷമങ്ങൾ മാറാനും ചിന്താക്കുഴപ്പം ഇല്ലാതാക്കാനും. ഇത് കേതു ദോഷങ്ങൾക്ക് പരിഹാരമാണ്. 4-ാം അധ്യായം. ശക്രാതി സ്തുതി. ഇത് ഐശ്വര്യത്തിനുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കും ശുക്രദോഷം ഉള്ളവർക്കും ഇത് വലിയ ആശ്വാസം നൽകും. 5-ാം അധ്യായം. ശത്രുദോഷങ്ങൾ മാറാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും. ഇത് ചൊവ്വാദോഷം ഉള്ളവർക്ക് ഉത്തമമാണ്. 11-ാം അധ്യായം. നാരായണീ സ്തുതി. സർവ്വ തടസ്സങ്ങളും നീങ്ങാൻ. എല്ലാ ഗ്രഹദോഷങ്ങൾക്കും പൊതുവായ ഒരു പരിഹാരമാണിത്. നിങ്ങളുടെ രാശിപ്രകാരം ഏത് രൂപത്തിലുള്ള ദേവിയെയാണ് ആരാധിക്കേണ്ടതെന്ന് നോക്കാം. ഓരോ രാശിക്കാർക്കും ദേവീ മാഹാത്മ്യത്തിലൂടെ എങ്ങനെ തടസ്സങ്ങൾ മാറ്റാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ രാശി ഏതാണോ അത് ശ്രദ്ധിച്ചു കേൾക്കുക. മേടം, വൃശ്ചികം രാശിക്കാർക്ക് പൊതുവെ നല്ല ധൈര്യമുള്ള കൂട്ടരാണ്. പക്ഷേ പെട്ടെന്നുള്ള ദേഷ്യമോ അല്ലെങ്കിൽ ശത്രുശല്യമോ നിങ്ങളെ തളർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ദേവീ മാഹാത്മ്യത്തിലെ 5-ാം അധ്യായമാണ്. യാ ദേവീ സർവഭൂതേഷു എന്ന് തുടങ്ങുന്ന സ്തുതികൾ മനസ്സിനെ ശാന്തമാക്കാനും ശത്രുദോഷം മാറാനും സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ഇത് കേൾക്കുന്നത് ശീലമാക്കൂ. ഇടവം, തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ ആഡംബരവും സമാധാനവുമാണ് പ്രധാനം. എന്നാൽ സാമ്പത്തികമായി ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4-ാം അധ്യായമാണ്, ശക്രാതിസ്തുതി. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേടാൻ ഇതിലും നല്ലൊരു വഴിയില്ല. വെള്ളിയാഴ്ചകളിൽ ഈ അധ്യായം വീട്ടിൽ വയ്ക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. മിഥുനം, കന്നി, ബുദ്ധികൊണ്ട് കാര്യങ്ങൾ നീക്കുന്നവരാണ് നിങ്ങൾ. പക്ഷേ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വലിയ പ്രയാസം തോന്നാറില്ലേ? നിങ്ങളുടെ ചിന്തകളെ തെളിച്ചമുള്ളതാക്കാൻ മഹാസരസ്വതി രൂപത്തെ ധ്യാനിക്കുക. ദേവീ മാഹാത്മ്യത്തിലെ ഉത്തമചരിതം പതിവായി കേൾക്കുന്നത് നിങ്ങളുടെ കരിയറിലും പഠനത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കർക്കിടകം. മനസ്സിന്റെ സമാധാനമാണ് കർക്കിടക രാശിക്കാർക്ക് ഏറ്റവും വലുത്. അനാവശ്യമായ പേടിയോ ടെൻഷനോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ ദേവീ കവചം നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി മാറും. അമ്മ തന്റെ കുഞ്ഞിനെ കാക്കുന്നത് പോലെ ദേവി നിങ്ങളെ കാത്തുരക്ഷിക്കും. തിങ്കളാഴ്ചകളിൽ ഇത് പരീക്ഷിച്ചു നോക്കൂ. ചിങ്ങം. ചിങ്ങം രാശിക്കാർക്ക് എപ്പോഴും ഒരു രാജകീയ പ്രൗഢിയുണ്ട്. പക്ഷേ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നാം. ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം, നാരായണീ സ്തുതി ജപിക്കുന്നത് നിങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കും. സർവ്വ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച നിലയിൽ എത്താൻ ഇത് സഹായിക്കും. ധനു, മീനം, ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. എങ്കിലും ഭാഗ്യം കയ്യിൽ എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടോ? എങ്കിൽ താരാ ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾ തേടേണ്ടത്. വ്യാഴാഴ്ചകളിൽ ദേവീ മാഹാത്മ്യ പാരായണം കേൾക്കുന്നത് നിങ്ങളുടെ തടസ്സപ്പെട്ട ഭാഗ്യത്തെ തിരികെ കൊണ്ടുവരും. മകരം, കുംഭം, നിങ്ങൾ കഠിനാധ്വാനികളാണ്, പക്ഷേ ഫലം കിട്ടാൻ വൈകുന്നുണ്ടാകാം. ശനി ദോഷങ്ങളോ കർമ്മ തടസ്സങ്ങളോ മാറാൻ ഭദ്രകാളി രൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുക. ദേവീ മാഹാത്മ്യത്തിലെ ശുംഭനിശുംഭവധം ഭാഗം കേൾക്കുന്നത് നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കി മുന്നോട്ടുള്ള വഴി തെളിച്ചുതരും. ഇത് ജപിക്കാൻ കർശനമായ നിയമങ്ങളുണ്ട്. എങ്കിലും ഭക്തിയോടെ കേൾക്കുന്നതും വലിയ ഫലം നൽകും. ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തിവച്ച് ദേവീ കവചം പാരായണം ചെയ്യുന്നത് ശീലമാക്കുക. സംസ്കൃതം പ്രയാസമുള്ളവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി മലയാളത്തിൽ വായിക്കുന്നതും ഉത്തമമാണ്. വിശ്വാസത്തോടെയുള്ള ഒരു ചെറിയ ചുവടുവയ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.
നിങ്ങളുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറാനും മാനസിക സമാധാനത്തിനും ഈ വഴി പരീക്ഷിച്ചു നോക്കൂ. ഇതിൽ നിങ്ങളുടെ രാശി ഏതാണ്? ആ അധ്യായം കേട്ടു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.